മൈ ക്രേസി വീൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫാസിനോ യമഹ ഫാസിനോ സ്കൂട്ടറിൻ്റെ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനത് അഴിച്ച് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അഴിച്ച് നോക്കിയപ്പം അതിൻ്റെ അകത്ത് പോയിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അത് റെഡിയാക്കിയിടാം. അപ്പോൾ സാധനം മാറ്റി നമുക്ക് റെഡിയാക്കിയിടാം. അപ്പോൾ അത് അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് ഒരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് കരുതി. അപ്പം എല്ലാവരും കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹബിനകത്താണ് കേട്ടോ അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ പിനിയനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിനിയനും ക്രൗണുമാണ് മെയിനായിട്ട് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മളുടെ പിനിയൻ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. പിനിയനും ക്രൗണുമാണ് കംപ്ലൈൻറ്റ്. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ ആ ഹബിൻ്റെ അവിടെ നിന്നുള്ള ഊരിയിട്ട് നമ്മൾ ജസ്റ്റ് തിരിച്ച് നോക്കുമ്പോൾ തന്നെ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് പിനിയനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രൗണോ ഒക്കെ ആയിരിക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ അത് നോക്കി നമ്മൾ റെഡിയാക്കാം. അപ്പോൾ മീറ്ററിന് നേരെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹബിനകത്തുള്ളത് നമ്മൾ ക്രൗണ് കഴിഞ്ഞ ദിവസം തന്നെ അഴിച്ചെടുത്തുകൊണ്ട് പോയായിരുന്നു. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പം പിനിയനാണ് മെയിനായിട്ട് അഴിക്കുന്നത്. പിനിയൻ അഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ട് സൈഡിലും വെട്ടമുള്ള ടൈപ്പാണ്. അപ്പോൾ അത് അഴിക്കാൻ പ്രത്യേക ടൂള് തന്നെ വേണം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ അടുത്ത ടൂൾ ഇല്ലാത്തതുകൊണ്ട് ടൂൾ മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന് മാത്രം അഴിക്കുന്നതിന് വേണ്ടി ടൂൾ മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടൂൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമ്മൾ അതിൻ്റെ പിനിയൻ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ. അപ്പം ആ നിലത്ത് വീണ് കിടക്കുന്ന സാധനമാണ് പിനിയൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാം അതുണ്ട്. ഇപ്പോൾ കൈ പിടിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ആ സ്ക്രൂ നെറ്റായിട്ടിരിക്കുന്ന ഒരു ഭാഗം ബോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുക്കുക. അത് മാത്രമേ അഴിച്ചെടുക്കാൻ കുറച്ചൊരു പാടുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ വെള്ളമൊക്കെ കയറി ആകെ തുരുമ്പൊക്കെ പിടിച്ചൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കുക, വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഹബ്ബ് ഒന്ന് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഹബ്ബാണെങ്കിൽ അത് നമുക്ക് വൃത്തിയായിട്ട്. അപ്പം നമ്മൾ മേടിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലായിരുന്നു കേട്ടോ കിട്ടി. നമുക്ക് ഒറിജിനൽ പാർട്സ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിനിയൻ മാത്രം നമുക്ക് നേരത്തെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രൗണാണ് കേട്ടോ, റെഡ് കളറിൽ ഉണ്ടായിരുന്ന ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം മേടിച്ച് തന്നെ വൈറ്റ് കളർ വരുന്നത്, ആ വൈറ്റ് കളർ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇരുമ്പിൻ്റെ തന്നെ നമുക്ക് പിനിയൻ നമുക്ക് ഒറിജിനൽ കമ്പനി സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഈ വൈറ്റ് കളറിലുള്ള ക്രൗണും പിനിയനാണ് നമ്മൾ ഉപയോഗിച്ച് കേട്ടോ. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ചെറിയൊരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് സ്റ്റക്കാകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വൈറ്റ് ക്രൗണും എടുത്ത് പിന്നെ ഒറിജിനൽ പിനിയൻ ഇരുമ്പിൻ്റെ ടൈപ്പാണ് വരുന്നത്. അത് നമ്മൾ ഇതിൽ ഒറിജിനൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ടപ്പോഴത്തേനും നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം ഇട്ട് നോക്കുന്ന പിനിയനാണ് ഇപ്പോൾ ഇടുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ അല്ലാത്ത പാർട്സാണ് ഇപ്പോൾ ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒറിജിനൽ പിനിയന് ഇട്ട് ക്രൗണിൻ്റെ അടുത്തിരിക്കുന്ന ലോക്കാണ് കേട്ടോ. ക്രൗൺ ഇട്ടിട്ട് ഇടാനുള്ള ലോക്കാണ്. അപ്പോൾ അത് അത്യാവശ്യം ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കി ഇടുക. ഇതുള്ളൂ മെയിനായിട്ട്. മിക്ക സ്കൂട്ടറുകളുടെ എല്ലാം തന്നെ സ്കൂട്ടറുള്ള ബൈക്കുകളിലൊക്കെ പഴയ മോഡൽ ബൈക്കുകളിലൊക്കെ എല്ലാം ഈ ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ പുതിയ മോഡൽ ടൈപ്പിൻ്റെയാണ് സ്പീഡ് ബോക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടികൾക്കൊക്കെ. ഇത് നോർമൽ കണ്ടീഷനിലെല്ലാം ഈ ഒരു സിസ്റ്റം തന്നെയാണ് മിക്ക വണ്ടികൾക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ മിക്ക വണ്ടികളിലും നമുക്ക് റെഡിയാക്കി ഇടാം. അപ്പോൾ നമുക്ക് കറക്കം നോക്കുമ്പോഴാണ് ചെറിയൊരു പിടുത്തം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളത് ഒറിജിനൽ സാധനം പിനിയൻ ഇട്ട് റെഡിയാക്കി. ഇപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു കേട്ടോ. ഓക്കെ.